ഹാപ്പി ബർത്ത്ഡേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം രാവിലെ എണീറ്റു. ഇനി പല്ല് തേച്ച് നിസ്കരിച്ചിട്ട് ജിമ്മിൽ പോകണം. അപ്പം നമുക്ക് റെഡി ആയല്ലോ, വാ. അപ്പം ഗായ്സ്, ഞാൻ ജിമ്മിന് പോകാൻ റെഡിയായി. എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. അപ്പം പോയാലോ, വാ. അങ്ങനെ ഗൈസ്, ഞാൻ 5:30 ആയപ്പം എത്തി. 5:30 ഓപ്പൺ ചെയ്യുന്നത് ജിമ്മ്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജിമ്മാണ്. അതും ലേഡീസിന് മാത്രമായിട്ടുള്ള ജിമ്മ്. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ 7:30 മണിയായി. പിന്നെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അങ്ങനെ വീട്ടിൽ വന്നു ഗൈസ്. അപ്പോൾ ഉമ്മയാണെങ്കിൽ പത്രം വായിച്ച് വെളിയിരിക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഗൈസ്. ഇനിയിപ്പം റെഡി ആയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, അപ്പം കാണാം. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സിറ്റൗട്ട് തൂക്കുവാണ്. അപ്പം ഗൈസ്, ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പം പുട്ടും ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എന്താ, അപ്പം നിങ്ങൾ വിചാരിക്കും പുട്ട് എല്ലാ ദിവസവും പുട്ടാണ് തോന്നുന്നത്. എല്ലാ ദിവസം പുട്ടൊന്നുമല്ല, വല്ലപ്പോഴും അപ്പോൾ ദോശയൊക്കെയാണ്. ഇന്ന് എന്താ പുട്ടും ചിക്കൻ കറിയാക്കി. പിന്നെ ഞാൻ ഇപ്പോൾ ജിമ്മിന് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിലൊരിക്കൽ ചിക്കൻ കൂട്ടാറുമുണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഞാൻ ബാക്കി കഴിച്ചിട്ട് നമുക്ക് കാണാം. ഗായ്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. അത് ഒതുക്കിയിട്ട് ഇനി സിനിമ കാണാം. അപ്പം ഇനി അടുക്കളയിൽ ജോലി ചെയ്തിട്ട് വരാം. ജോലി എന്ന് പറഞ്ഞാൽ ഇനി അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കലേ ഉള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ ചെയ്തെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് സിനിമ കാണാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് ജോലി ഒതുക്കുന്നത് തന്നെ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം എന്താ ജ്യൂസ് കുടിച്ചൊരു സിനിമ കാണണമെന്നുണ്ട്. അനിയും ഇന്നലെ രാത്രി ജ്യൂസ് അടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഡയറ്റ് കാരണം എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഡയറ്റൊക്കെ മറന്ന്, ഇന്ന് പിറന്നാളായതുകൊണ്ട് ഡയറ്റൊക്കെ മറന്ന് ഇന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചു. അപ്പം ബാക്കി കാണാം. ഇതാണ് ജ്യൂസ്. ഇന്നലെ രാത്രി അടിച്ചു വെച്ചതാണ്. അപ്പം ഞാനാണെങ്കിൽ ഇത് കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രി ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കുടിക്കാം. ഗായ്സ്, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ്. അപ്പം അത് ട്രൈ ചെയ്ത് നോക്കട്ടെ. പാലും വെള്ളവും എനിക്കായിട്ട് അടിച്ചതും കണ്ട. അപ്പം ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അവിടെ ഇത്രയും കൈപ്പുണ്യുണ്ടെന്ന് ഞാൻ അറിയില്ല. കൊള്ളാം. പാലും പഴമാണെന്ന് പറയത്തില്ല, ഒരു ഷാർജ ഫ്ലേവർ. ഷാർജ കുടിക്കുന്ന മാതിരി ഒന്നിത്. നമ്മൾ ആ പാലും പഴത്തിൻ്റെ ഇത് അറിയത്തില്ല, ഇലക്കൊക്കെ മുന്നിട്ടേക്കൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഷാർജ കുടിക്കുന്ന ഒരു ഫീലുണ്ട്. അതാണ്. പക്ഷേ കൊള്ളായിട്ട് അവിടെ ഇത്രയും കൈപ്പുണ്യുണ്ടെന്ന് ഞാൻ അറിയില്ല. അപ്പം ബാക്കി ഞാൻ മൂവി കണ്ടുകൊണ്ട് കുടിക്കാൻ വെച്ചു. അപ്പം ഗായ്സ്, ഞാൻ കാണാൻ പോകുന്ന മൂവി നെയിമാണ് ലവ് ടുഡേ. അത് ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കൊളീഗ്സുമായിട്ട് കണ്ട സിനിമയാണ് ഈ ലവ് ടുഡേ മൂവി. പിന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് തന്നെ. അന്ന് ഇത് കണ്ടുകൊണ്ട് ഭയങ്കര ചിരിയൊക്കെയാണ്. നല്ല തമാശ മൂവിയാണ്. ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്. അടിപൊളി ഒരു മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഗായ്സ്, അപ്പം ഈ സിനിമ ഉണ്ട്. ബാക്കി പിന്നെ ഞാൻ എനിക്ക് മൂവി കണ്ട് മൂവി കണ്ടിട്ട് ഫ്രഷായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഫുഡ് പറയാൻ എന്തുവാ, ഇതാണ് ഫുഡ്. ചോറും രസവും അച്ചാറും പിന്നെ ചമ്മന്തി. അപ്പം ഇതാണ് ഫുഡ്. ചിക്കൻ കറി ഉണ്ടായിരുന്നു രാവിലത്തെ. പക്ഷേ എനിക്ക് എന്താ ഈ വെള്ളച്ചോറിൻ്റെ കൂടെ ചിക്കൻ കറി കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇതുണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. അങ്ങോട്ട് എന്താ ഇനി കിടന്നൊന്ന് ഉറങ്ങണം. ഉറങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇത് ഉറക്കമൊക്കെ എണീറ്റ് എനിക്ക് പുറത്തൊന്ന് പോകണമായിരുന്നു. അപ്പം അവിടെ പോകാൻ വേണ്ടി റെഡിയൊക്കെ ആയിരിക്കുകയാണ്. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് പെട്ടെന്ന് വരാം. റെഡിക്ക് എനിക്ക് ഉമ്മയുടെ വീട്ടിലും പോകണം. അപ്പം പോവാം.
അങ്ങനെ ഞാൻ ഉമ്മിയുടെ വീട്ടിലോട്ട് വന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മിയുടെ വീട്ടിലോട്ട് വരാൻ 15 മിനിറ്റ് മതി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉമ്മിയുടെ ചേട്ടത്തിയുടെ ഹസ്ബൻഡ് എൻ്റെ ജലീലാപ്പ എനിക്കാണെങ്കിൽ പിറന്നാളായിട്ട് കോക്ടെയിൽ ജ്യൂസ് മേടിച്ചു തന്നു. ഞാൻ 2 ലെയേഴ്സിൻ്റെയാണ് മേടിച്ചത്. അത് വെറും 50 രൂപയുള്ളൂ ഈ ജ്യൂസിന്. നല്ല ടേസ്റ്റാണ്. ഈ ജ്യൂസ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ജ്യൂസ് തന്നെയാണ്. ഞാനാണെങ്കിൽ എടുത്തതെന്ന് വെച്ചാൽ റോസ്ബെറിയും കരിക്കും ഫ്ലേവറുമാണ് എടുത്തത്. ഉമ്മിയുടെ ചേട്ടത്തിക്കാണെങ്കിൽ മാംഗോയും കരിക്കുമാണ്. എൻ്റെ ഉമ്മിയുടെ ചേട്ടത്തി, അതായത് എൻ്റെ ശാരദാമ്മ കരിക്ക എടുത്തതെന്ന് വെച്ചാൽ മാംഗോയും കരിക്കുമായിരുന്നു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ബാക്കി മൂവി കാണാനിരുന്ന്. അങ്ങനെ ഗൈസ് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അക്ഷയ് വന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുമ്പത്തെ വീഡിയോ, എൻ്റെ ബ്രദേഴ്സ്. അതിനകത്ത് അക്ഷയ് വന്ന് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ബർത്ത്ഡേ സർപ്രൈസ് വന്നത്. എൻ്റെ ഇക്കയുടെ നിർദ്ദേശപ്രകാരം അക്ഷയ് വന്ന് എനിക്ക് സർപ്രൈസ് തരുമായിരുന്നു ചെയ്തത്. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തന്നെ. അങ്ങനെ ഞാൻ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി. അക്ഷയും അക്ഷയുടെ ഫ്രണ്ടുമായിട്ടാണ് വന്നത്. അരുണിനെ മിസ് ചെയ്യുന്ന, അരുൺ പൂനെയിലായിരുന്നു, അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ്. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ആങ്ങളമാരൊക്കെ വന്നിട്ടാണ് കേക്ക് മുറിച്ചത്. അവർ വന്നപ്പോൾ തന്നെ 8:30 ആയി. അപ്പോൾ അവർ വന്നിട്ടായിരുന്നു കേക്കൊക്കെ മുറിച്ചത്. ഇതെൻ്റെ ഉമ്മിയുടെ ചേട്ടത്തിയുടെ മോനും, അതായത് എൻ്റെ ഷൈജുക്കായും എൻ്റെ ഉമ്മിയുമാണ് നിൽക്കുന്നത്. കേക്ക് മുറിച്ച് ആദ്യം കൊടുത്തത് ഉമ്മിക്കാണ്. ഉമ്മിക്ക് കൊടുത്തു കഴിഞ്ഞ് എൻ്റെ ഷൈജുക്ക കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഷൈജുക്ക എനിക്കാണെങ്കിൽ ഗിഫ്റ്റ് തന്നു. അതും ചുരിദാർ മേടിച്ച് തന്നു. ചുരിദാറായിരുന്നു ഇക്കാടെ ഗിഫ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ചുരിദാർ. പിന്നെ അത് കഴിഞ്ഞ് അക്ഷയുടെ ഫ്രണ്ടും കൂടെ ഫുഡ് കഴിക്കായിരുന്നു. അവന്മാർ അത് കഴിഞ്ഞിട്ടായിരുന്നു പോയത് തന്നെ. അത് കഴിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അതും മന്തിയായിരുന്നു, ചിക്കൻ മന്തി. അത് എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് എൻ്റെ ആങ്ങളമാർ വകയായിരുന്നു ഫുഡ് എന്ന് പറഞ്ഞാൽ. അതും ആങ്ങളമാരായ ഷാരൂഖിൻ്റെ വകയായിരുന്നു ഫുഡ്. ബർത്ത്ഡേ ആയിട്ട് അവൻ്റെയൊക്കെ വകയായിരുന്നു ചിലവൊക്കെ. പിന്നെ ബാക്കി എല്ലാവരും കൂടെ ആ കൂട്ടത്തിൽ ഇരുന്ന്. ഇക്കാടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഷൈജുക്കാടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഗായ്സ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് ആഷിഖയോടാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനത്തെ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ എൻ്റെ ഇക്കയോടും എൻ്റെ ബ്രദേഴ്സിനോടും അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ആഷിഖ് ഇവിടെ ഇല്ലാത്തതാണ്. എൻ്റെ കൂടെ ഈ ബർത്ത്ഡേക്ക് ഇല്ലാത്തത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടും ഇല്ല. മാരേജ് കഴിഞ്ഞിട്ട് 16 ദിവസം ആയപ്പോൾ തന്നെ പുള്ളിക്കാരൻ പോയി. ഞാൻ പ്രതീക്ഷിച്ചു കാണുമെന്ന്, പക്ഷേ വരാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് പടച്ചോൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമെങ്കിലും ആഷിഖയുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയ എൻ്റെ ആഷിഖിന് ഒരുപാട് നന്ദിയോടെ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.